കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ കോട്ടകളിലൊന്നായ ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്നത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടമാണ്. പതിറ്റാണ്ടുകളോളം CPM-ന്റെ മുഖമായിരുന്ന മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ ജി സുധാകരൻ പാർട്ടി വിട്ട് UDF-ന്റെ പിന്തുണയോടെ ആലപ്പുഴയിൽ മത്സരരംഗത്തിറങ്ങിയത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഈ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് LDF നേതൃത്വം പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ നടന്ന യോഗത്തിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗം ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതായിരുന്നു. ജി സുധാകരനെതിരെ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സജി ചെറിയാൻ സ്വീകരിച്ചത്. സുധാകരന്റെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നത് പോലെ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള സുധാകരന്റെ പ്രസക്തി അവസാനിച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ കാണിക്കുന്ന ഈ ആവേശം രാഷ്ട്രീയ അസ്തമയത്തിന് മുന്നോടിയായുള്ള ഒന്ന് മാത്രമാണെന്ന് സജി ചെറിയാൻ പരിഹസിച്ചു. ഒരു തൊപ്പി തലയിൽ വെച്ചതോടെ സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നായിരുന്നു സജി ചെറിയാന്റെ മറ്റൊരു പരാമർശം. UDF പാളയത്തിലേക്ക് ചേക്കേറാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യയാണെന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നൽകുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളെക്കാൾ വലുതാണ് പ്രസ്ഥാനമെന്ന തത്വമാണ് സജി ചെറിയാൻ ഉയർത്തിക്കാട്ടിയത്. ആലപ്പുഴയിലെ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പാർട്ടിക്കെതിരെ ആരുയർന്നു വന്നാലും അവിടുത്തെ ഒരു സഖാവും അവർക്കൊപ്പം നിൽക്കില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. സുധാകരൻ എന്ന വ്യക്തിയുടെ പ്രഭാവത്തിലല്ല, മറിച്ച് CPM എന്ന പ്രസ്ഥാനത്തിന്റെ കരുത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം ജയിച്ചു കയറിയതെന്ന ഓർമ്മപ്പെടുത്തലാണിത്. പുകഞ്ഞ കൊള്ളി പുറത്താണ് എന്ന പ്രയോഗത്തിലൂടെ സുധാകരന്റെ പുറത്തുപോക്ക് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായിരുന്നുവെന്നും അതുകൊണ്ട് പാർട്ടിക്കൊരു ക്ഷീണവും സംഭവിക്കില്ലെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സുധാകരൻ വിമർശിച്ചതിനെതിരെയും സജി ചെറിയാൻ പ്രതികരിച്ചു. പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത നേതാക്കളിൽ ഒരാളായിരുന്നു സുധാകരൻ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ സുധാകരനെ 2 തവണ മന്ത്രിയാക്കി. പിണറായി മുഖ്യമന്ത്രി ആയപ്പോഴും സുധാകരന് പൊതുമരാമത്ത് വകുപ്പ് പോലെയുള്ള നിർണായക വകുപ്പുകൾ നൽകി. ഇത്രയേറെ പരിഗണനകൾ നൽകിയിട്ടും പാർട്ടിയെ വഞ്ചിച്ച സുധാകരന്റെ നടപടിയിൽ മുഖ്യമന്ത്രിക്ക് അങ്ങേയറ്റം വേദനയുണ്ടെന്നും ആ വേദനയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നതെന്നും സജി ചെറിയാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അതിബുദ്ധി കൊണ്ട് നേരിടാനാണ് സുധാകരൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജി സുധാകരൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലത്തെ വികസന പ്രവർത്തനങ്ങൾ തന്റെ വ്യക്തിപരമായ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നതിനെതിരെയും സജി ചെറിയാൻ എതിർത്തു. വികസനം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം ക്രെഡിറ്റ് അല്ലെന്നും അത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല റോഡുകളും പാലങ്ങളും ഉണ്ടായത് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള മാർഗമല്ല. സുധാകരൻ അത് തന്റെ മാത്രം ക്രെഡിറ്റായി കാണിക്കുന്നത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു. ആലപ്പുഴയിൽ LDF മികച്ച വിജയം നേടുമെന്നും സുധാകരന്റെ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും LDF ക്യാമ്പ് വിശ്വസിക്കുന്നു. CPM-ന്റെ അടിത്തറയുള്ള ആലപ്പുഴയിൽ സുധാകരന് UDF വോട്ടുകൾ എത്രത്തോളം ലഭിക്കുമെന്നതും പാർട്ടി വോട്ടുകളിൽ എത്രത്തോളം വിള്ളലുണ്ടാക്കാൻ സുധാകരന് സാധിക്കുമെന്നുമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം.